ഈസ്റ്റർ ദിവസം ചങ്ങനാശ്ശേരിയിൽ. കഴിഞ്ഞ ഈസ്റ്ററിന് ഞങ്ങൾ പിന്നെ ജോബിയുമായിട്ട് താറാവിനെ വാങ്ങിക്കാൻ പോയിരിക്കുമായിരുന്നു. ഈ ഈസ്റ്ററിന് ഞങ്ങൾ കുറച്ച് നമ്മുടെ ഫാമിലീസിൻ്റെ വീടുകളിൽ കയറുക. അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നല്ലോ. കഴിഞ്ഞ വർഷത്തെ ഈസ്റ്ററിൻ്റെ വീഡിയോ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം തന്നെ ലിബിയുടെ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലെത്തി. രക്ഷയില്ലാതെ ചൂടാ. റീനാൻറ്റിയുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ്. താറാവല്ലേ ഇത്? താറാവ് കൊടുത്ത അതെ. നമുക്ക് മുന്തിരിയൊക്കെ ഉണ്ട്. പച്ചമുന്തിരിയാണോ ആൻറ്റി? പച്ചമുന്തിരിയാണോ? ഇതേ ജസ്റ്റ് മുന്തിരി കണ്ടോ? ആദ്യമായിട്ട് മുന്തിരിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് മറ്റേ കറുത്ത മുന്തിരി അല്ലേ? പഴുക്കേണ്ട സമയം 4 മാസം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ജനുവരി 21 ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് 4 മാസം എന്ന് പറഞ്ഞപ്പോൾ മെയ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഹായ് മുന്തിരി. ജസ്റ്റ് മേലോട്ട് നോക്കി മുന്തിരി ഉണ്ടോ? ഹായ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പൂ വന്നു കഴിഞ്ഞിട്ടില്ലേ? ഇത് അതല്ലേ പൂ? പോയിട്ട് ഇങ്ങനെ ആവും. നമുക്ക് പോവാം. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. ഇനി അടുത്ത ഞങ്ങളുടെ അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയെ കാണാനായിട്ട് പോവുക. അതായത് ലിബിയുടെ ആങ്ങളയുടെ വൈഫിന്റെ അമ്മൂമ്മ. ഇവിടെ അടച്ചിട്ടിരിക്കുക. വിളിച്ചു ചോദിക്കും ആരേലും ഉണ്ടോ? ആരും ഇല്ലല്ലോ ഇവിടെ വീട്ടില്. ജസ്ലിന് കളിക്കാനാന്ന് പറയും. ഇങ്ങോട്ട് താഴെ ഇറങ്ങി ജസ്ലിൻ ഓടി കളിക്കത്തില്ലേ? ജസ്ലിൻ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ഓടി കളിക്കത്തില്ലേ? തുറക്കാൻ പറ. ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചേ. ഹലോ ജോയ്സ് ആൻറ്റി, അതേ വന്ന ഗേറ്റ് ഒന്ന് തുറക്കോ? കൂട്ടിട്ട് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച ആൾക്കാരെ ആരും കാണത്തില്ല. ഞങ്ങളിവിടെ ചങ്ങനാശ്ശേരിയിൽ ഈസ്റ്ററായിട്ട് മറ്റേ കുഴിമന്തി തപ്പി നടക്കുമോ ചങ്ങനാശ്ശേരിയിൽ. ഈസ്റ്റർ ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല വലുതായിട്ട്. ഈ കടയിൽ ഇപ്പം കയറി ചോദിച്ചു, പക്ഷേ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഫ്രൈഡ് റൈസ് എന്തോ ഉള്ളൂ. നമുക്ക് വേറെ കടയിൽ പോയി നോക്കാം. ഞങ്ങൾ ഈ കടയിൽ കയറി ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചത്.
ആ ഞാൻ ചോറൊന്നും വെച്ചില്ല കുഴിമന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ